ഗദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? വ്യാഖ്യാന സാധ്യതകൾ വളരെ കൂടുതലാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടറ്റ് പരീക്ഷയിലെ മലയാളം ഒന്ന് പരിചയപ്പെടുത്താനാണ്. കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 ഈ 3 കാറ്റഗറികളിലും മലയാളത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മലയാളത്തിന്റെ സിലബസ് എങ്ങനെയാണ് എന്ന് സാമാന്യമായിട്ട് ഈ സെഷനിലൂടെ നമുക്ക് പരിചയപ്പെടാം. സമീപകാലത്ത് കേട്ടറ്റിന്റെ പ്രാധാന്യം വളരെ അധികം ഉയർന്നിരിക്കുകയാണ് എന്ന് നാം ഓരോരുത്തർക്കും അറിയാം. ഇനി അധ്യാപനം എന്നൊരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കേട്ടറ്റ് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 അങ്ങനെ 3 കാറ്റഗറികൾ. കേട്ടറ്റ് കാറ്റഗറി 4 ഉണ്ട്, അത് വേറെയാണ്. കേട്ടറ്റ് കാറ്റഗറി 1ലും 2ലും 3ലും മലയാളമുണ്ട്. മലയാളത്തിൽ നിന്ന് ഈ സിലബസ് അല്ലെ, മലയാളം ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും സിലബസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം തുടർന്നു വരുന്ന ദിവസങ്ങളിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തീവ്രമായ പരിശീലനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പൊ കേട്ടറ്റ് പരീക്ഷയിലെ മലയാളം നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. കേട്ടറ്റ് കാറ്റഗറി 1ൽ മലയാളത്തിൽ നിന്ന് 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന നിലയിൽ 30 ചോദ്യങ്ങൾ ഉണ്ടാകും. അത് എന്തിനെയൊക്കെ ആശ്രയിച്ചാണ്? ഗദ്യാവബോധം, പദ്യാവബോധം, ആശയഗ്രഹണം, വ്യാഖ്യാനം, അനുമാനം, കണ്ടെത്തൽ എന്നിവ തീർന്നിട്ടില്ല. വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യം നമുക്ക് ഈ 5 ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഗദ്യാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗദ്യം അഥവാ ഒരു പ്രോസ് തന്നിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. ശ്രദ്ധയോടെ അത് വായിച്ചു നോക്കിയതിനു ശേഷം ചുവടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക എന്ന ബഹുവികൽപ്പ ചോദ്യങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ പദ്യാവബോധത്തിലേക്ക് കടക്കുമ്പോഴും ഈ പറയുന്നത് പോലെ ഒരു പദ്യം തന്നിട്ടുണ്ടാകും. ഒരു പദ്യശകലം, വളരെ പ്രസിദ്ധമായ ഒരു പദ്യശകലമായിരിക്കും. മിക്കവാറും അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളവയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളായിരിക്കും. 5 വരെ ചോദ്യങ്ങൾ കേട്ടോ, 5ൽ താഴെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 5 വരെ ചോദ്യങ്ങൾ പദ്യാവബോധത്തിൽ നിന്നും ഗദ്യാവബോധത്തിൽ നിന്നും ചോദിക്കാറുണ്ട്. നല്ലതുപോലെ വായിച്ചു നോക്കുക, അതിലെ ആശയം ഗ്രഹിക്കുക, ശേഷം ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്തുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ആശയഗ്രഹണം. ഈ ആശയഗ്രഹണം എന്നുള്ളത് പല തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു വാക്യം തന്നതിന് ശേഷം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാവ്യശകലമോ ഒരു ഗദ്യശകലമോ തന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ഗദ്യാവബോധവും പദ്യാവബോധത്തിനും ശേഷമാണ് കേട്ടോ അത് ചോദിക്കുക. അത് എന്താണോ കവി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സാഹിത്യകാരൻ ഉദ്ദേശിച്ചത്, പ്രസ്തുത ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചോദ്യം വരാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പദ്യശകലം തന്നതിന് ശേഷം അതിനെ ഇന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ഒരു പഴഞ്ചൊല്ലിനോട് ഇതിനെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു ശൈലിയോട് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുമോ? തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ അനുമാനം, കണ്ടെത്തൽ. ഈ വായിച്ചതിൽ നിന്ന്, ഈ പദ്യശകലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗദ്യശകലത്തിൽ നിന്ന് ഏത് നിഗമനത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാനാവുക? എന്താണ് കവി നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് ഈ പദ്യശകലത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ കടക്കുന്നത് ഭാഷാ അധ്യാപന ശാസ്ത്രത്തിലേക്കാണ്. അധ്യാപകർ എന്ന നിലയിൽ തീർച്ചയായും എങ്ങനെയാണ് ഒരു ആധുനിക ക്ലാസ് മുറിയിൽ നമ്മൾ പെരുമാറേണ്ടത്, കുട്ടികളുടെയും അധ്യാപകന്റെയും സ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഇത് 3ഇടത്തും, അതായത് കാറ്റഗറി 1, 2, 3 ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏത് വിഷയം പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിലും അധ്യാപന ശാസ്ത്രം തീർച്ചയായും അറിഞ്ഞിരിക്കണം. ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഒരു ആശയം വിനിമയം ചെയ്യേണ്ടത്, ക്ലാസ് റൂം കൂടുതൽ ആകർഷകമാക്കാൻ, എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട എയിമിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്
ഭാഷാ അധ്യാപന ശാസ്ത്രത്തിലും അതുപോലെ ഭാഷാ പഠന തത്വങ്ങളിലും നമ്മൾ പഠിക്കുന്നത്. ശേഷം ക്ലാസ് മുറി പ്രവർത്തനങ്ങൾ. പാഠഭാഗം കുട്ടികളിലേക്ക് ഏറ്റവും സരസമായും വ്യക്തമായും എത്തുന്നതിന് പാഠപുസ്തകത്തിലെ അറിവുകൾ പകർന്നു കൊടുത്താൽ മാത്രം മതിയാവില്ല. പിന്നെയോ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കൂടി കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് ആ പാഠഭാഗം കുട്ടികളിലേക്ക് വ്യക്തമായി എത്തുകയും അതുപോലെ തന്നെ അതിന്റെ ആശയം കുട്ടികൾ വ്യക്തമായി ഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ക്ലാസ് മുറി പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. പിന്നെ കേൾവി, സംസാരം, വായന, എഴുത്ത് എന്നീ ഭാഷാ നൈപുണികളെ കുറിച്ചുള്ള ചോദ്യം. ഇവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനാവുക? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേൾവിക്കുറവോ സംസാരിക്കാൻ കഴിവില്ലാത്തവരോ ആയ കുട്ടികൾ, എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഡിസ്ലെക്സിയ പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, കാഴ്ചക്കുറവുള്ള കുട്ടികൾ, ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ, ഇത് ഏറ്റവും അധികം ആവശ്യമായി വരിക ഒരു ഭാഷാ അധ്യാപകനാണ്. അപ്പോൾ ഈ പറയുന്ന നൈപുണികൾ കുട്ടികളിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിമിതിയുള്ള കുട്ടികളിലേക്ക് എങ്ങനെയാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ പാഠ്യപദ്ധതി ഇടപെടലുകൾ. ഏതൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിലും, അത് LKG മുതൽ PG വരെയുള്ള തലത്തിൽ പഠിക്കുമ്പോഴാണെങ്കിലും പാഠ്യപദ്ധതി അഥവാ സിലബസ് എന്നുള്ളത് പരമപ്രധാനമാണ്. കുട്ടികളുടെ സമൂലമായ വികസനം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി ആയിരിക്കണം തീർച്ചയായും തയ്യാറാക്കേണ്ടത്. ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ മലയാള സാഹിത്യത്തിലേക്ക് വരികയാണ്. ഭാഷ, സാഹിത്യം, സംസ്കാരം. ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. ഒരു സാമാന്യ വിവരമുള്ളവർക്ക്, മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവർക്ക്, കൂടുതലായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സ്നേഹിക്കുന്നവർക്ക് വരെ ഉത്തരം എഴുതാൻ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. മലയാള സാഹിത്യ രൂപങ്ങൾ ഏതൊക്കെയാ ഉദ്ദേശിക്കുന്നത്? കഥ, കവിത, നോവൽ, നാടകം. ജീവചരിത്രത്തിലേക്കോ ആത്മകഥയിലേക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകാറുള്ളൂ കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ. ബാക്കിയുള്ള കാറ്റഗറികളിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കുക ചെറുകഥ, നോവൽ, കവിത ഈ മേഖലകളിൽ നിന്നാണ്. അതുകൂടാതെ പ്രധാനപ്പെട്ട നോവലുകൾ, അതിന്റെ കർത്താക്കൾ, അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഉദാഹരണത്തിന് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ. നമുക്കറിയാം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് ആര്? അപ്പുക്കിളി. അപ്പൊ അത്തരത്തിൽ പ്രധാനപ്പെട്ട കൃതികൾ, അതിന്റെ കർത്താക്കൾ, അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ പ്രായോഗിക വ്യാകരണം. പ്രായോഗിക വ്യാകരണത്തിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? നാമം, നാമവിഭാഗം, ക്രിയ, ക്രിയാവിശേഷണം, വചനം, തദ്ധിതം, സന്ധി, വിഭക്തി, സമാസം എന്നിവയാണ് ഈ പ്രായോഗിക വ്യാകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, പ്രയോഗങ്ങൾ മിക്കവാറും തന്നെ ചോദിക്കാറുള്ളതാണ്. ഇപ്പോ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം ഒരു സൗരഭ്യം അല്ലെ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്കറിയാവുന്നതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കാവ്യശകലങ്ങളിൽ നിന്നാണ് പിൽക്കാലത്ത് മലയാളത്തിലെ പഴഞ്ചൊല്ലുകളുടെ വലിയൊരു സ്രോതസ്സായി മാറിയത്. പിൽക്കാലത്ത് അവയാണ്. ഇത് കൂടാതെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യ മേഖല എന്ന് പറയുന്നത് കേരള കൾച്ചർ അഥവാ കേരള സംസ്കാരമാണ്. നമുക്ക് അവകാശപ്പെടാനുള്ള അല്ലെങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സംസ്കാരം കേരളത്തിന് തനതായുണ്ട്, സ്വന്തമായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സാമാന്യ വിവരം, പ്രത്യേകിച്ച് കലാരൂപങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ കുറിച്ച്, ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കേരള സംസ്കാരത്തിൽ നിന്നും ചോദിക്കുക. അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ നിന്നായിട്ട് 30 ചോദ്യങ്ങളാണ് കേട്ടറ്റ് കാറ്റഗറി 1 നമ്മുടെ അടുത്ത് ചോദിക്കുക.
ഈ പറയുന്ന അധ്യായങ്ങൾ കേട്ടുകൊണ്ട്, ഈ പറയുന്ന ശീർഷകങ്ങൾ കേട്ടുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള, നമ്മൾ കടന്നുപോയിട്ടുള്ള ഭാഗങ്ങളാണ് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. മുൻകാല ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. പണ്ടെന്നോ നമ്മൾ വായിച്ച് അറിഞ്ഞ് മറന്നുപോയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക മാത്രമേ ഈ ഭാഗത്ത് ആവശ്യമായി വരുന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് കടക്കാം? കേട്ടറ്റ് കാറ്റഗറി 2ലേക്ക് കടക്കാം. കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിൽ എല്ലാ പരീക്ഷയും പോലെ 150 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി 30 മാർക്ക്. മലയാളം നേരത്തെ കാറ്റഗറി 1 കണ്ടതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് 30 ചോദ്യങ്ങൾ, പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 30 ചോദ്യങ്ങൾ, കണക്കിൽ നിന്നും സയൻസിൽ നിന്നും സോഷ്യലിൽ നിന്നുമായിട്ട് 20 ചോദ്യങ്ങൾ വീതം, അങ്ങനെ 60 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് കേട്ടോ. അങ്ങനെ 150 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ഉണ്ടാവുക. 150 മാർക്കും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മലയാളത്തിലേക്ക് കടന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗദ്യാവബോധം 5 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. അതിൽ എന്തൊക്കെയാണ് അളക്കുക? ഒരു പ്രോസ് അഥവാ ഒരു ഗദ്യം തന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്? ഈ ഗദ്യം വായിച്ചതിന് ശേഷം അതിന്റെ കേന്ദ്ര ആശയം കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ആശയം ഗ്രഹിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഗദ്യം വായിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ, ഏതെങ്കിലും ഒരു നിഗമനമല്ല, ശരിയായ നിഗമനത്തിൽ എത്തിച്ചേരാൻ ഉദ്യോഗാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയവ അളക്കുന്ന 5 ചോദ്യങ്ങളായിരിക്കും ഗദ്യാവബോധത്തിൽ നിന്നും ഉണ്ടാവുക. ഇതുപോലെ തന്നെ എന്തുമുണ്ട്? പദ്യാവബോധവുമുണ്ട്. പദ്യങ്ങളിൽ ഒരു പദ്യശകലം തന്നതിന് ശേഷം അതിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അതും ഈ പറഞ്ഞതുപോലെ കേന്ദ്രാശയം കണ്ടെത്തിയിട്ടുണ്ടോ, അതുപോലെ അർത്ഥസാധ്യതകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ, ഗദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? വ്യാഖ്യാന സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെ, ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യംഗ്യാർത്ഥ പ്രധാനമാണ് പദ്യങ്ങൾ. ആ വ്യംഗ്യാർത്ഥ പ്രധാനമായ കവി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിനപ്പുറം ചില കാര്യങ്ങൾ, ചില ആശയങ്ങൾ എവിടെ ഉണ്ടാകും? പദ്യങ്ങളിൽ, കാവ്യശകലങ്ങളിൽ ഉണ്ടാകും. അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും പദ്യാവബോധത്തിൽ നിന്നും ഉണ്ടാകാറുണ്ട്. നല്ലതുപോലെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ നീട്ടിപ്പരത്തി പറയുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നതാണ്. അതിലേക്ക് കടക്കുമ്പോൾ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. പിന്നെ മാതൃഭാഷാ പഠനത്തിന്റെ ബോധനശാസ്ത്രം 10 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുക. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ നമുക്കറിയാം. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. പിന്നെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുമല്ലോ എല്ലാ ക്ലാസ് റൂമിലും. അവരെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്? അതിന് ഒരു ഭാഷാ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കൈക്കൊള്ളേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പാഠ്യപദ്ധതിയും അധ്യാപന രീതികളും. പാഠ്യപദ്ധതി നിർമ്മിച്ചെടുക്കുന്നതിൽ പല പല ക്രൈറ്റീരിയകളാണ്, സ്ട്രാറ്റജികളാണ് ഉള്ളത്. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്? ഓരോ പാഠ്യപദ്ധതിക്കും തനതായ അധ്യാപന രീതികളുണ്ട്. അവയെക്കുറിച്ചുള്ള സാമാന്യ വിവരം നമ്മൾ നേടിയിട്ടുണ്ടോ എന്നും നമ്മുടെ സിലബസ് അളക്കുന്നുണ്ട്. പിന്നെ ഭാഷാ നൈപുണ്യങ്ങളുടെ അല്ലെങ്കിൽ നൈപുണികളുടെ വികസനം, നേരത്തെ പറഞ്ഞല്ലോ, എഴുത്ത്, സംസാരം, വായന തുടങ്ങിയ ഭാഷാ നൈപുണികളെ വികസിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ കടക്കുന്നത് എങ്ങോട്ടേക്കാണ്? 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞു നമ്മുടെ പെഡഗോഗിയിൽ നിന്ന് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് ചോദ്യം വരിക കേട്ടോ.
ഗദ്യാവബോധവും പദ്യാവബോധവും 5 മാർക്കിനായിരുന്നു. ഇനി ഭാഷാ സാഹിത്യം സംസ്കാരത്തിലേക്ക് കടക്കുമ്പോഴോ അവിടെയും 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശൈലികളെ കുറിച്ചും പ്രയോഗങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. കുഞ്ചൻ നമ്പ്യാരുടേത് അല്ലാത്തവ അല്ലെ, നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കുടിയേറിയ അനേകം ശൈലികളും പ്രയോഗങ്ങളും ഉണ്ട്. ഇത് പാഠപുസ്തകത്തെ അധികരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്നുണ്ടാകുക. സ്കൂൾ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 8, 9, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എങ്കിലും സമീപകാലത്തെ പ്രവണതകൾ പരിശോധിക്കുമ്പോൾ 5ാം ക്ലാസ് മുതൽ +2 തലം വരെയുള്ള പാഠപുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ പ്രായോഗിക വ്യാകരണം നേരത്തെ സൂചിപ്പിച്ച അതേ ലെവലിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് കാറ്റഗറി 1 നമ്മൾ പറഞ്ഞു അല്ലെ, നാമം, നാമവിഭാഗം, ക്രിയ, ക്രിയാവിശേഷണം, വചനം, തദ്ധിതം, സന്ധി, വിഭക്തി, സമാസം തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രായോഗിക വ്യാകരണത്തിൽ ചോദിക്കുക. പിന്നെ ശൈലികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ, സാഹിത്യത്തിലെ പുതിയ പ്രവണതകൾ, ഉത്തരാധുനിക സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ മോഡേൺ അല്ലെങ്കിൽ ആധുനിക സാഹിത്യത്തിൽ നിന്നുള്ള തുടർച്ചയായിട്ടോ അതിൽ നിന്നുള്ള ഭാവമാറ്റമായിട്ടോ ഒക്കെ ഉത്തരാധുനിക സാഹിത്യം അഥവാ പോസ്റ്റ് മോഡേണിസത്തെ കാണാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹിത്യത്തിലെ നൂതന പ്രവണതകളെ കുറിച്ചുള്ള ഒരു അവബോധം, സമീപകാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളെ കുറിച്ചുള്ള സാമാന്യ പരിജ്ഞാനം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കും. പിന്നെ കാവ്യശാസ്ത്രം എന്താ ഉദ്ദേശിക്കുന്നത്? പൗരസ്ത്യ പാശ്ചാത്യ കാവ്യമീമാംസയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അരിസ്റ്റോട്ടില്, പ്ലേറ്റോ തുടങ്ങിയവർ മുന്നിൽ നിന്ന് നയിച്ച പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും അതുപോലെ ആചാര്യദണ്ഡിയും ഭരതമുനിയും ഒക്കെ തുടങ്ങി വെച്ച പൗരസ്ത്യ കാവ്യമീമാംസയും അതിനെക്കുറിച്ചുള്ള സാമാന്യ അവബോധം എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടറ്റ് കാറ്റഗറി 2 ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ എന്താണ്? താളബോധമാണ്. അതായത് ഇപ്പൊ വൃത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല. പിന്നെ എന്താ ചോദിക്കുക? 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാകുമല്ലോ, അതിൽ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, അതായത് സമാന താളത്തിലുള്ള വരികൾ ഏത് അല്ലെങ്കിൽ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ അക്ഷരങ്ങളെ കൃത്യമായി എണ്ണി നോക്കിയതിന് ശേഷം ഒരേ താളത്തിലുള്ള വരികളെ കണ്ടെത്താം, അല്ലെങ്കിലോ ചൊല്ലാൻ അറിയുന്നവരാണെങ്കിൽ ചൊല്ലി നോക്കി ശരിയായ താളം കണ്ടെത്താനാവുന്നതാണ്. അപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും അധ്യായങ്ങളിൽ നിന്നായിട്ട്, ഈ 6 അധ്യായങ്ങളിൽ നിന്നായിട്ട് 10 ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെയോ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി 30 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് മാതൃഭാഷയെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ, മൊത്തത്തിലുള്ളതാണ്. നമ്മുടെ ബാക്കിയുള്ള ഒരു ജനറൽ സൈക്കോളജി ഉണ്ടല്ലോ, ചൈൽഡ് സൈക്കോളജി, അപ്പോ അതിൽ നിന്നും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കും. വളർച്ചയും വികാസവും നേരത്തെ പറഞ്ഞതുപോലെ പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, പിന്നീട് നമ്മുടെ ടാക്സോണമി അല്ലെ, അതൊക്കെ ഇവിടെ ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ ബുദ്ധി എന്താണ്, സർഗാത്മകത എന്താണ്, പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്താണ്, ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അസസ്മെന്റ് ആൻഡ് ഇവാല്യുവേഷൻ അഥവാ മൂല്യനിർണയം എന്താണ്, അധ്യാപന രീതികൾ, ആധുനിക ക്ലാസ് മുറിയിൽ അവലംബിക്കേണ്ട നൂതന അധ്യാപന രീതികൾ ഏതൊക്കെയാണ് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ 6 അധ്യായങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് ഓരോ അധ്യായത്തിൽ നിന്നും 5 ചോദ്യങ്ങൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. ചോദ്യകർത്താവിന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു മേഖലയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളോ മറ്റു മേഖലയിൽ നിന്ന് വളരെ കുറവ് മാത്രം ചോദ്യങ്ങളോ അങ്ങനെയും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തായാലും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന ഭാഗങ്ങളിൽ നിന്നായി 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് കേട്ടറ്റ് കാറ്റഗറി 2 ചോദിക്കുക. ഇനി കാറ്റഗറി 3 കടന്നാലോ, 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ചോദ്യങ്ങളെ. 150 ചോദ്യങ്ങളെ എങ്ങനെയാ തിരിച്ചിരിക്കുന്നത്? 1ാം ഭാഗത്ത് അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു
കുട്ടിയുടെ വളർച്ച, അത് പിയാഷെയൊക്കെ കൃത്യമായിട്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൂടാതെ വൈഗോട്സ്കിയുടെയും ബ്രൂണറുടെയും ഒക്കെ ലേണിംഗ് തിയറീസ്, അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ പരീക്ഷയുടെ റിസൾട്ടിനെ അടിമുടി സ്വാധീനിക്കുന്ന തരത്തിലുള്ള 40 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും ഇത് വിട്ടുകളഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാമെന്ന് വിചാരിക്കരുത്. കുറച്ചധികം തിയറികൾ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കാറ്റഗറി 3ന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ആഴത്തിലുള്ള പഠനം, ഈ ഭാഗത്ത് നിന്നുള്ള ആഴത്തിൽ നിന്നുള്ള പഠനം ആവശ്യമാണ്. ഇത്രയും ആഴത്തിലുള്ള പഠനം എവിടെ ആവശ്യമില്ല? കേട്ടറ്റ് കാറ്റഗറി 2ലേക്ക് ആവശ്യമില്ല. പിന്നെയോ പാർട്ട് 2 ആണ് മലയാളം. 30 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അതുപോലെ തന്നെ പാർട്ട് 3യും മലയാളം തന്നെ, കണ്ടന്റ് ആൻഡ് പെഡഗോഗി, അല്ലെ, മാതൃഭാഷാധ്യാപനം അല്ലെങ്കിൽ മാതൃഭാഷാ ബോധനശാസ്ത്രം, ഇതിൽ നിന്നായിട്ട് 80 മാർക്കിന്, അങ്ങനെ 80ഉം 30ഉം 110 മാർക്കിനുള്ള മലയാളം ചോദ്യങ്ങൾ കൂടി കേട്ടറ്റ് കാറ്റഗറി 3ൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 150 ചോദ്യങ്ങൾക്ക് 150 മാർക്ക്. മലയാളം നമുക്കൊന്ന് പരിചയപ്പെടാം. പാർട്ട് 1ൽ 40 മാർക്കിനാണ് അല്ലെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ 40 മാർക്കിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നതാണ്? കൗമാര മനഃശാസ്ത്രം, വളർച്ചയും വികാസവും, പഠന സിദ്ധാന്തങ്ങൾ, ബുദ്ധി, സർഗാത്മകത, വ്യക്തിത്വം, മൂല്യനിർണയം, അധ്യാപന നൈപുണികൾ, ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഈ മേഖലകളിൽ നിന്നാണ് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. കേട്ടറ്റ് അല്ലെങ്കിൽ DED, BEd തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വളരെ 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 ബേസിക് ആയിട്ടുള്ള, നമ്മൾ അത്രമാത്രം ആഴത്തിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് ഉത്തരവും എഴുതുകയും ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെയാണ് ഇവിടെ ചോദിക്കുക. പക്ഷെ നമ്മളത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു വീണ്ടെടുക്കൽ ആവശ്യമായിട്ട് വരുന്ന ഭാഗമാണ് പാർട്ട് 1. 40 മാർക്കിനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് ചോദിക്കുക. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോ മലയാളത്തിൽ നിന്ന് 30 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. മലയാള ലാംഗ്വേജ്, അതായത് ഭാഷ, ഗ്രാമർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാഹിത്യം വേറെ ഉണ്ട് കേട്ടോ. ഗദ്യാവബോധം, പദ്യാവബോധം, ആശയവിനിമയം, ഭാഷാജ്ഞാനം, പ്രായോഗിക വ്യാകരണം, പദബോധം, വാക്യശുദ്ധി, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, പ്രയോഗങ്ങൾ എന്നീ ഭാഗങ്ങളിൽ നിന്നായി 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇവിടെ ഗദ്യാവബോധത്തിലേക്കും പദ്യാവബോധത്തിലേക്കും കടക്കുമ്പോൾ കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി നമ്മളെ കുഴക്കുന്ന തരത്തിലുള്ള, ഓപ്ഷനുകളിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള, കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ ബുദ്ധിയെ അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ചോദിക്കുക. ശ്രദ്ധിച്ചു വായിച്ചാൽ തീർച്ചയായും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മേഖല കൂടിയാണ് ഗദ്യാവബോധവും പദ്യാവബോധവും. 5 വീതം മാർക്കിനുള്ള 5 വീതം ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പിന്നെ ആശയവിനിമയത്തെ ഏറ്റവും കാര്യക്ഷമമായി നിർവഹിക്കാൻ അധ്യാപകർ എന്ന നിലയിൽ നമുക്ക് സാധിച്ചേ മതിയാകൂ. അതിൽ നമ്മൾ എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആശയവിനിമയം എന്ന വിഭാഗത്തിൽ നിന്നും ചോദിക്കുക. പിന്നെ ഭാഷാജ്ഞാനം. ഭാഷാജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ഭാഷാശാസ്ത്രം ഒക്കെ കടന്നു വരുന്നുണ്ട്. ഭാഷാശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഭാഷാജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു. പിന്നെ പ്രായോഗിക വ്യാകരണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടറ്റ് കാറ്റഗറി 1നും 2നും 3നും അത് പൊതുവായിട്ട് വരുന്നതാണ്. നാമം, നാമവിഭാഗം, ക്രിയ, ക്രിയാവിശേഷണം, വചനം, തദ്ധിതം, സന്ധി, വിഭക്തി, സമാസം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രായോഗിക വ്യാകരണത്തിൽ ചോദിക്കുക. പിന്നെ പദബോധം എന്ന മേഖലയിൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഒരു വാക്ക് തന്നെ 4 തരത്തിൽ എഴുതിയതിനു ശേഷം ഇതിൽ ശരിയായി എഴുതിയിട്ടുള്ളത് ഏത്, അല്ലെങ്കിൽ 4 വ്യത്യസ്തമായ വാക്കുകൾ നൽകിയതിനു ശേഷം ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും പദബോധത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുക. പിന്നെയോ വാക്യശുദ്ധിയാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തെറ്റായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വാക്യശുദ്ധിയിൽ നിന്നും ചോദിക്കുക. വളരെ എളുപ്പമാണ്, നല്ലതുപോലെ വായിച്ചു നോക്കണം എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെയോ
കേട്ടറ്റ് കാറ്റഗറി 1-ലും 2-ലും പൊതുവായുള്ള അതേ അധ്യായം, അതായത് പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, പ്രയോഗങ്ങൾ എവിടെയും നമുക്ക് ആവശ്യമുണ്ട്, കാറ്റഗറി 3-ലും ആവശ്യമുണ്ട്. അപ്പോ ഇത്രയും അധ്യായങ്ങളിൽ നിന്നായിട്ട് 30 മാർക്കിനുള്ള 30 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. പിന്നെ എങ്ങോട്ട് കിടക്കുന്നു? മലയാളം കണ്ടന്റ് ആൻഡ് പെഡഗോഗി. ഈ ഭാഗത്തു നിന്ന് അല്ലെ, അവിടെ വ്യാകരണം പാർട്ട് 2-വിൽ വ്യാകരണം കൂടാണ്ട് ഇവിടെയും വ്യാകരണം ഉണ്ട് കേട്ടോ. ഏതാണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെയും ചോദിക്കുക. അതായത് സന്ധി, സമാസം, നാമം, സർവനാമം, ക്രിയ, വിഭക്തി, വാക്യ വിശകലനം, ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ. ഇത് പാർട്ട് 2-വിലും 3-ലും ഒരുപോലെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ട് 2-വിൽ നിന്നും പാർട്ട് 3-ലേക്ക് കടക്കുമ്പോൾ എന്ത് മാറ്റമാണ് ചോദ്യങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുക എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ്? മലയാള സാഹിത്യത്തിലേക്ക് കേട്ടറ്റ് കാറ്റഗറി 1-ൽ നിന്നും 2-ൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന മലയാള സാഹിത്യവും മധ്യകാല മലയാള സാഹിത്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ശ്രീരാമ കവിയിലൂടെ ആരംഭിച്ച മലയാള സാഹിത്യം രാമചരിതത്തിലൂടെ, പിന്നീട് കണ്ണശ്ശ രാമായണത്തിലൂടെ, പിന്നീട് അയ്യപ്പിള്ള ആശാനിലൂടെയും മറ്റും പടർന്നു പന്തലിച്ച മണിപ്രവാള സാഹിത്യങ്ങളിലൂടെ വികസിച്ച മലയാള സാഹിത്യത്തിന്റെ പൂർവകാല ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രാചീന സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു. പിന്നെ ചമ്പുക്കളുടെയും സന്ദേശകാവ്യങ്ങളുടെയും മറ്റും കടന്നുവരവോടുകൂടി പുഷ്കലമായി തീർന്ന മധ്യകാല മലയാള സാഹിത്യത്തെയും, പിന്നെയോ ശൈലീവൽകൃതമായ എഴുത്തച്ഛനിലൂടെ വികസ്വരമായി കൊണ്ടിരുന്ന പിൽക്കാലത്ത് വികസിതമായി തീർന്ന പദ്യ ഗദ്യ സാഹിത്യത്തെ കുറിച്ചുള്ള ധാരണയും നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എവിടെ? ആധുനിക സാഹിത്യത്തിൽ. മലയാള സാഹിത്യത്തെ പ്രാചീനം, മധ്യകാലം, ആധുനികം എന്നിങ്ങനെ 3 കാറ്റഗറികളിലായി പഠിക്കുന്നത് ഉത്തമമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദ്യം ഈ ഭാഗത്ത് നിന്ന് കേട്ടറ്റ് കാറ്റഗറി 3-ൽ ധാരാളമായി ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ കവിത, കഥ, നോവൽ, നാടകം, യാത്രാവിവരണം, ആത്മകഥ, സാഹിത്യ വിമർശനം എന്നീ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഏറ്റവും ഒടുവിലെ നോവൽ ഏതാണ്, കഥ ഏതാണ്, സാഹിത്യ വിമർശന ഗ്രന്ഥം ഏതാണ്, യാത്രാവിവരണം ഏതാണ്, ആത്മകഥ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൃതി, അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്, അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഈ നാടകമാണെങ്കിൽ ഈ നാടകത്തിന്റെ സാമൂഹിക പ്രാധാന്യം എന്താണ്, തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കാണുന്നു. യാത്രാവിവരണം, സാഹിത്യ വിമർശനം എന്നീ മേഖലകളിൽ നിന്ന് വളരെ കുറച്ചു മാത്രം ചോദ്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്? പ്രധാന സാഹിത്യകാരന്മാരുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവരെ കുറിച്ച് മാത്രമേ ചോദിക്കൂ എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ പ്രധാന സാഹിത്യകാരന്മാർ എന്ന നിലയിൽ ചോദ്യകർത്താക്കൾ പരിഗണിക്കാറുള്ളത് പലപ്പോഴും പാഠപുസ്തകത്തെ അധികരിച്ചുകൊണ്ടാണ്. അതായത് പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ അത് രചിച്ചവരുണ്ടല്ലോ, ആ രചിച്ചവരെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് എത്രത്തോളം അറിവ് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇവരുടെ പേര് കണ്ടുകൊണ്ട് ഇവരെ കുറിച്ച് മാത്രമേ ചോദിക്കൂ എന്ന് വിചാരിക്കരുത്. ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ എഴുതി ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. എഴുത്തച്ഛൻ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, OV വിജയൻ എന്നിവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് നമുക്ക് സവിശേഷ പ്രാധാന്യം കൊടുക്കാം. പക്ഷെ ബാക്കിയുള്ള മലയാള സാഹിത്യകാരന്മാരെ കുറിച്ചും സാഹിത്യകാരികളെ കുറിച്ചും ഒരു അവബോധം ഒരു ഭാഷാ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നമ്മൾ സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ മലയാള അധ്യാപന രീതികൾ അല്ലെ, എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് മലയാള ഭാഷ അല്ലെങ്കിൽ സാഹിത്യം അല്ലെങ്കിൽ വ്യാകരണം എത്തിക്കേണ്ടത്, അതിന് നമുക്ക് കൈക്കൊള്ളാവുന്ന ഏറ്റവും മികച്ച രീതികൾ ഏതൊക്കെയാണ് എന്ന്
അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് മലയാള അധ്യാപന രീതികളിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെയോ ഭാഷാധ്യാപന ലക്ഷ്യങ്ങൾ. ഭാഷാ അധ്യാപനം കൊണ്ട് എന്ത് മാറ്റമാണ് കുട്ടികളിൽ നമ്മൾ വരുത്തേണ്ടത്, അല്ലെ? അവരെ മൗൾഡ് ചെയ്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് ഭാഷാ അധ്യാപനത്തിന്റെ ലക്ഷ്യങ്ങൾ? മലയാളം വായിക്കുകയും അതുപോലെ എഴുതുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഒരുപാട് ലക്ഷ്യങ്ങൾ ഭാഷാ അധ്യാപനത്തിനുണ്ട്. അതെന്തൊക്കെയാണെന്നും എങ്ങനെ നേടിയെടുക്കാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ഭാഷാ നൈപുണികളുടെ പ്രവർത്തനങ്ങൾ, അവയുടെ വികസനങ്ങൾ, പിന്നെ പാഠാസൂത്രണം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാഠ്യപദ്ധതിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഓരോ കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്ത് പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണ. അധ്യാപകരല്ല പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നത്, എന്നാൽ പോലും നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആധുനിക ക്ലാസ് മുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? ഏറ്റവും മികച്ച രീതിയിൽ പാഠഭാഗങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക്, തലച്ചോറിലേക്കല്ല ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സജീവമായ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊടുക്കാം, അത് എങ്ങനെ പ്ലാൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അവസാനമായിട്ടോ തുടർച്ചയായ മൂല്യനിർണ്ണയം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാല്യുവേഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം. അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇടേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കും. അതിനുശേഷം ഇത്രയുമാണ് സിലബസിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8, 9, 10 ക്ലാസ്സുകളിലെ മലയാളം പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പതിവായി വരാറുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ സമീപകാലത്ത് നോക്കുമ്പോൾ ഈ 8, 9, 10 എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ കവിഞ്ഞ് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മലയാള പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിനെ കൂടി വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് കേട്ടറ്റ് കാറ്റഗറി 1, 2, 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് മലയാളത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. കൃത്യമായ തയ്യാറെടുപ്പുണ്ടെങ്കിൽ ആദ്യത്തെ തവണ തന്നെ കേട്ടറ്റ് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സിലബസ് കംപ്ലീഷനും ഓരോ പാഠഭാഗത്തെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകളും മുൻകാല ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ഞാൻ അടക്കമുള്ള അധ്യാപകർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു ക്ലാസ്സുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.